ഇന്നൊരു ദിനം പകൽ വി എസിനെ ഈ ഒരു അവരുടെ ഓരോ മനുഷ്യൻ്റെയും ജീവിതകാലത്ത് കണ്ട മനുഷ്യർക്ക് അവസാനമായി കാണാൻ കഴിയുന്ന ഒരു ദിനമാണ് ഇന്നും നാളെയും. ആ ഒരു പകൽ വി എസിനെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഒഴുക്ക് തന്നെ ഉണ്ടാകും തലസ്ഥാനത്തും. പിന്നെ തലസ്ഥാനത്ത് നിന്ന് വി എസിൻ്റെ വിലാപയാത്ര കടന്നു പോകുന്ന ഓരോ വഴിയിലും, അത് ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് നാളെ ഉച്ചയ്ക്ക് എത്തുന്നത് വരെ ആ നിലയിൽ തന്നെ ജനങ്ങളുടെ ഒരു വികാരം, ജനങ്ങളുടെ വി എസിനോടുള്ള ഒരു സ്നേഹവായ്പ് അത് നമുക്ക് കാണാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇന്നലെ രാത്രി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം AKG സെൻറ്ററിൽ നിന്ന് AKG പഠന ഗവേഷണ കേന്ദ്രം ഇപ്പോഴത്തെ അവിടെ നിന്ന് പുറപ്പെടുന്നത് വരെ ഈ AKG സെൻറ്ററിൻ്റെ മുന്നിലുള്ള വഴി മുഴുവൻ അത്തരത്തിലായിരുന്നു ഒരു നീണ്ട നിര. കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനവും കടന്ന് ആ നിര ഇങ്ങനെ നീളുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമായവർ വരെ രാത്രി സമയത്തും അവിടെ ആ നീണ്ട നിര. അവിടുന്ന് പാർട്ടി തീരുമാനിച്ചത് രാത്രി കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലേക്ക് വി എസ് കഴിഞ്ഞ ഏറെക്കാലമായി വി എസ് വിശ്രമ ജീവിതം നയിക്കുന്ന കുന്നുകുഴിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ വീടിന് മുന്നിലും നമ്മളിപ്പോൾ ഈ കാണുന്ന തിരക്കായിരുന്നില്ല, രാത്രി വലിയ തിരക്കായിരുന്നു. അവസാനം പാർട്ടി നേതൃത്വം തന്നെ പറഞ്ഞാണ് ഇന്നിനിപ്പോൾ ഇവിടെ പൊതുദർശനമില്ല, നാളെ മാത്രമേ പൊതുദർശനം ഉണ്ടാകൂ, നാളെ ദർബാർ ഹാളിലാണ് പൊതുദർശനം എന്ന ഒരു തീരുമാനം എടുത്തതിന് ശേഷം ആണ് പലരും പാർട്ടി നിർദ്ദേശപ്രകാരം തന്നെ മടങ്ങിപ്പോയത്. പക്ഷേ ഇന്ന് രാവിലെ ആ തിരക്ക് ഇങ്ങോട്ട് തന്നെ നീളും. കാരണം ഇപ്പോൾ തന്നെ ഇന്നലെ രാത്രി തന്നെ പലരും വന്ന് കുന്നുകുഴി ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, വി എസിൻ്റെ വിയോഗം അറിഞ്ഞ് തലസ്ഥാന നഗരത്തിലേക്ക് എത്തിയ തിരുവനന്തപുരം ജില്ലയിലുള്ളവരും മറ്റ് ജില്ലയിലുള്ളവരുമുണ്ട്. കാരണം വിലാപയാത്ര കടന്നു പോകുന്നത് 3 ജില്ലകളിലൂടെ മാത്രമാണ്: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. അപ്പോൾ ഈ ജില്ലകൾക്ക് പുറമെയുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെ വി എസ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ നടന്നു പോയ വഴികളുണ്ട്. അത് അദ്ദേഹം വിപ്ലവം നയിച്ച വഴികൾ, സമരം നയിച്ച വഴികൾ. അപ്പോൾ ഈ വഴികളിലൂടെ പറയുന്നത് പോലെ വി എസ് അച്യുതാനന്ദന്റെ ജീവിതം, പാർട്ടി പ്രവർത്തനവും നിശ്ചയദാർഢ്യവും നിരവധി പേരെ ഈ പാർട്ടിയിലേക്ക് ആകർഷിച്ചു എന്നത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ആ ഒരു മനുഷ്യൻ കാരണമാണ് ഞാൻ ഈ പാർട്ടിക്കൊപ്പം ചേർന്നത് എന്ന് നിരവധി പേർ വ്യക്തിപരമായി കൂടി അറിയിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. എത്രയോ മനുഷ്യർ അക്കാര്യം വെളിപ്പെടുത്തി. സഹപ്രവർത്തകർ പലരും ഉപഭോഗ സംസ്കാരത്തിന് പുറകെ പോയപ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ട് നിന്ന് ഒരുപക്ഷെ തത്വചിന്തയുടെ കാര്യത്തിൽ, തത്വശാസ്ത്രങ്ങൾ പറയുന്ന കാര്യത്തിൽ, പ്രത്യയശാസ്ത്ര വിജ്ഞാനത്തിന്റെ കാര്യത്തിലൊക്കെ ചില തർക്കങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഏറ്റെടുത്ത കാര്യങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, നിലപാടുകൾ ഇതെല്ലാം വളരെ കൃത്യമായി നിറവേറ്റിയ ഒരാളെന്നുള്ള നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാവണമെന്ന് വി എസ് പലവട്ടം നമ്മളെ കാട്ടിത്തന്നു. അവസാന നിമിഷം വരെയും പോരാടി. സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനും ഫാഷിസത്തിനുമെല്ലാം വളരുവാനുള്ള മണ്ണ് ചേർക്കുകയാണ് അവർ ചെയ്യുന്നത്. ഹിറ്റ്ലർ ജർമ്മനിയിൽ ചെയ്തതും അത് തന്നെ.